ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ഷാൻഷാബി റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിഷു സ്പെഷ്യൽ ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുറച്ച് വൈകിപ്പോയി, കുറച്ച് കൂടുതൽ വൈകിപ്പോയി. എഡിറ്റിങ്ങും അങ്ങനെയൊക്കെ കുറേ ആയിട്ട് കുറച്ച് വൈകിപ്പോയി. അതുകൊണ്ടാണ് ഇന്ന് ഞാനല്ല ചെയ്യുന്നത്, ഉമ്മയാണ് ചക്ക മുറിക്കുന്നതും അത് കട്ട് ചെയ്യുന്നതും ഒക്കെ. ഞാനിവിടെ ബാക്കിയുള്ള പരിപാടിയിലാണ്. രാവിലെ തന്നെ ഇത് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വേഗം റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ വീട്ടിൽ കുറേ പണികളൊക്കെ ഉണ്ടാവും. അതിൻ്റെ തിരക്കിലാണ് ഞാൻ. പിന്നെ വീഡിയോ എടുക്കണം. അപ്പോൾ ഉമ്മ ഇത് ഏറ്റെടുത്തേക്കാണ്. പിന്നെ ഇത് മേലെ വെച്ച് മുറിക്കുന്നത് ഒന്നുമല്ല, അമ്മായിയുടെ കുട്ടിയുണ്ട്. അവന് എന്തെങ്കിലും നമ്മൾ പണിയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇത് കത്തി വെച്ചിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെയാണ് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ മുകളിൽ വെച്ചിട്ട് ഓനെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇടയിൽ കൂടെ കയറി വരുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ അതിൻ്റെ തൊലിയെ കളഞ്ഞ് മാറ്റുകയാണ്. എല്ലാവർക്കും ചിലപ്പോൾ ഇത് ഉണ്ടാക്കണം അറിയുന്നുണ്ടാവും. പക്ഷേ വിഷു സ്പെഷ്യലായിട്ട് വീട്ടിൽ എന്താ ഉണ്ടാക്കിയെന്ന് എല്ലാവർക്കും ഒന്ന് വിശേഷം അറിയിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഒരു പുഴുക്ക് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കട്ട് ചെയ്യലും അതൊക്കെ കുറച്ച് പണിയുള്ള സംഭവമാണ്. അതുകൊണ്ട് ഉമ്മമാർക്കൊക്കെ അത് വേഗത്തിൽ ചെയ്യാവുന്നതാണ്. കാരണം അവർക്കിത് എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്കതൊന്നും എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉമ്മ ചെയ്യാമെന്ന് പറഞ്ഞു എന്നോട്. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ ലൈക്കും ചെയ്യണം. ഉമ്മ മാത്രമല്ല, ഇപ്പോൾ അമ്മായിയും കൂടിയിട്ടുണ്ട്. പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കൂടുതലുണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ്. ഒരു ചക്കയുടെ പകുതി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് കുക്കറിലേക്ക് കഴുകിയിട്ടിട്ടുണ്ട്. പിന്നെ അതിൽ വേറൊരു ഇൻഗ്രീഡിയൻസ് ചേർത്തത് വെള്ളപ്പയറാണ്. അതൊന്ന് തലേദിവസം കുതിർത്തിട്ടാണ് അത് ഉണ്ടാക്കാം. ചേർത്തിട്ടാണ് ഇവിടെ ഉണ്ടാക്കൽ. അതുകൊണ്ടാണ്. ഇനി കുക്കറിലേക്ക് എല്ലാതും തന്നെ ഇട്ട് കൊടുക്കാം. മുറുക്കി വെച്ച എല്ലാ ചക്കയും ഇട്ട് കൊടുക്കാം. ഒക്കെ കുക്കറിലാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത്, പിന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും അമ്മയുടെ കുട്ടി അവർക്ക് വന്നു. അവനെ പിടിച്ച് നിർത്തുകയായിരുന്നു. ഒക്കെ മാറ്റി നിർത്തി അവൻ വന്നിക്കാണ്. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ കൂടി പോവരുത്, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ വെള്ളത്തിൻ്റെ വല്ല ആവശ്യമുണ്ടെങ്കിൽ തേങ്ങ അരക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് കുക്കറിലേക്ക് ആക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 6 വിസിലാണ് ആവശ്യം. 6 വിസിലടിച്ചാൽ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇങ്ങനെ കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇത് വെന്താലും വേവ് കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞു പോകരുത്. വേവ് കൂടിയാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇനി 6 വിസിൽ വരണം, നമുക്ക് വെയിറ്റ് ചെയ്യാം. വിഷുവിന് സ്പെഷ്യലായിട്ട് പലരുടെ വീട്ടിലും പലതായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. എൻ്റെ വീട്ടിൽ ഇതാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ എന്താണ് ഉണ്ടാക്കിയതെന്ന് എനിക്കൊന്ന് കമൻറ്റിൽ അറിയിക്കണം. ഇനി ഈ പുഴുക്കിലേക്കുള്ള തേങ്ങ റെഡിയാക്കുകയാണ്. തേങ്ങ ചിരവുകയാണ് ഉമ്മ. ഇനി മിക്സഡ് ജാറിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നത്, 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. പിന്നെ അതിലേക്ക് ചിരകി വെച്ച തേങ്ങയും ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഇതിലേക്ക് ചെറുള്ളി ആവശ്യമാണ്. ചെറുള്ളി തൊലിയെ കളഞ്ഞ് കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന് സ്പൈസിനെസ് ആയിട്ട് കൊടുക്കുന്നത് നമ്മൾ കുരുമുളകാണ്. പൊടിക്കാത്ത കുരുമുളകാണ്. അത് നേരത്തെ കുക്ക് ചെയ്യാത്ത അതിൻ്റെ ഫ്ലേവർ
തേങ്ങയിലാക്കി അരച്ചെടുക്കുമ്പോഴാണ് അതിന് ഫ്ലേവർ കിട്ടുക. മറ്റേതാണെങ്കിൽ അത്രയ്ക്ക് വലിയ ഫ്ലേവറൊന്നും കിട്ടില്ല. ഇതിൽ അരച്ച് ചേർക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇതിലേക്ക് വറവിനാവശ്യമുള്ള കറിവേപ്പിലയാണ്. ഇത് ഉമ്മാൻ്റെ കറിവേപ്പില തോട്ടാണ്, അതിൽ ഉണ്ടാക്കുന്നത്. പുറത്തുനിന്നൊന്നും കറിവേപ്പില മേടിക്കാറില്ല, ഒക്കെ വീട്ടിൽ നിന്ന് തന്നെയാണ്. ഉമ്മാക്ക് ചെറുതായിട്ട് കുറച്ച് പച്ചക്കറി കൃഷി ഹോബി ആയിട്ടുള്ളതുണ്ട്, സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഉമ്മാനെ കുറച്ച് പച്ചക്കറി കൃഷിയുടെ തോട്ടത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഇതിൽ തന്നെ അപ്ലോഡ് ചെയ്യാം ഒരു വീഡിയോ ആയിട്ട്. നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അത് ഉമ്മയുടെ കൈക്ക് കൊടുക്കാം. അപ്പോൾ തേങ്ങ അരച്ച് വെച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റൗവിൻ്റെ അടുത്ത് കൊടുന്ന് വെച്ചേക്കാണ്. ഇനി കുക്കർ തുറക്കുകയാണ്. എങ്ങനെയുണ്ട് നോക്കാം. വെള്ളമൊക്കെ പാകത്തിനായിരുന്നു, കുറവൊന്നുമില്ല. ഇനി കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. ഒന്ന് ഉടച്ചതിന് ശേഷം തേങ്ങയിലേക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഉടച്ചെടുക്കുമ്പോൾ നല്ലൊരു പരുവായിട്ട് വരും. നമ്മൾ നേരത്തെ വെള്ളം ഇല്ലയെന്ന് വിചാരിച്ചു, പാകത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ട്, എന്നാലും കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഇനി ഇതിലെ തേങ്ങ അരക്കുമ്പോഴാണ്, പിന്നെ വറവ് ഇടുമ്പോഴാണ് ശരിക്കുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് തേങ്ങ ഒഴിക്കുകയാണ്. ഉമ്മാർ ചെയ്യുമ്പോൾ നമ്മൾ ആ പണിയൊക്കെ വേഗം വേഗം കഴിയും. കാരണം അതൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറേ സമയം എടുക്കും. വീഡിയോ എടുക്കലും, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ വീഡിയോ എടുക്കലും അത് ചെയ്യലും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ കുറേ ടൈം എടുക്കും. ഇത് ഉമ്മ ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് പെട്ടെന്ന് കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഉമ്മാനെ ഏൽപ്പിച്ചത്. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇതിലേക്ക് എത്ര വെള്ളം ആവശ്യം അത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഉമ്മാരുണ്ടാക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഒരു വേറെയാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കില്ല, ഇത്ര തന്നെ പാകം. ഇനി ഇതൊന്ന് തിളപ്പിക്കണം. കുറച്ച് വെള്ളം തേങ്ങ ഒഴിച്ചതല്ലേ, അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട്, മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അതിന് മേലെ നിന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളത് വറവ് ഇടുമ്പോഴും കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്, എന്നാലും വേറൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ചക്കപ്പുഴുക്കിൽ വെറും ചക്ക മാത്രമല്ല വെള്ളപ്പയറൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ വേറൊരു ടേസ്റ്റ് ആവും. പിന്നെ തേങ്ങ അരച്ചത് നല്ലൊരു ടേസ്റ്റ് തന്നെ ആവും. എല്ലാവരും നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല, വെള്ളപ്പയറും ഇട്ടിട്ട് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ ഇവിടെ അങ്ങനെയാണ് ചെയ്യൽ. നിങ്ങൾ ഇനി ട്രൈ ചെയ്യുമ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കടുകും കറിവേപ്പിലയും ഇട്ടിട്ട് വറവെടുത്തിട്ടുണ്ട്. അപ്പോൾ പുഴുക്കിലേക്ക് ഒഴിച്ചു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ടൈമൊക്കെ ആയിക്കണു. നമുക്കൊന്ന് സെർവ് ചെയ്യാം. ഇവിടെ ഇപ്പം ഇന്ന് കറിയൊന്നും ഉണ്ടാക്കൂല, കാരണം ആ കറി ഉണ്ടാക്കി ആരും കൂട്ടൂല, ഇതന്നെ മതി എല്ലാവർക്കും. പിന്നെ അതിൻ്റെ ഒപ്പം അച്ചാറും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. ഇവിടെ ഫുഡ് കഴിക്കാനുള്ള ടൈമൊക്കെ ആയിക്കണു, അതുകൊണ്ട് തന്നെ ചോറൊക്കെ വിളമ്പി പുഴുക്കൊക്കെ ഇതാക്കി അച്ചാറൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇത് ഉമ്മ ഉണ്ടാക്കിയ അച്ചാറാണ്. ഞാൻ ഇതിൻ്റെ റെസിപ്പി നെക്സ്റ്റ് വീഡിയോയിൽ കൊടുക്കാം. എല്ലാവരും കണ്ട് അഭിപ്രായം പറയുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.